ഹായ് ഹലോ ഞാൻ അഭിനവോദയ. നിങ്ങൾക്ക് റിയലിസ്റ്റിക്കായി കളർ പെൻസിൽ വെച്ച് ഡ്രോയിങ് ചെയ്യാൻ പഠിക്കണ്ടേ? അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായും കാണുക, കണ്ട് നല്ല രീതിയിൽ മനസ്സിലാക്കിയതിന് ശേഷം വരച്ച് പ്രാക്ടീസ് ചെയ്യുക. നമ്മളെ ഫസ്റ്റ് പാർട്ടാണിത്. സെക്കൻഡ് പാർട്ടിനകത്ത് എൻ്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. മിസ്സാവാതിരിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ് ചെയ്ത് വെച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട്. ഒരു ഫിഷിൻ്റെ ചിത്രമാണ് ഞാനിവിടെ കളറിങ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് ലെയർ ബൈ ലെയർ ആയിട്ടാണ് ഷെയ്ഡ് ചെയ്ത് എടുക്കുന്നത്. ഫസ്റ്റ് ലെയറായിട്ട് ഞാനിവിടെ ചെയ്യുന്നത് യെല്ലോ കളറാണ് അപ്ലൈ ചെയ്യുന്നത്. ഇവിടെ ഞാൻ ഷെയ്ഡിങ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ലെയർ ആയതുകൊണ്ട് അതിനെ വളരെ ലൈറ്റായിട്ടാണ് ഞാനിവിടെ ഷെയ്ഡിങ് ചെയ്യുന്നത് പോകുന്നത്. ഇതുപോലെ വളരെ ലൈറ്റായിട്ടാണ് ഞാൻ ഫസ്റ്റ് ലെയറായിട്ട് യെല്ലോ കളർ അപ്ലൈ ചെയ്തത്. ഇനി അടുത്തത് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഓറഞ്ച് കളറാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഓറഞ്ച് കളറാണ് ഞാനിവിടെ അപ്ലൈ ചെയ്യുന്നത്. ഓറഞ്ച് കളർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതിന് മുഴുവനായിട്ട് ഞാൻ ഓറഞ്ച് കളർ കൊടുക്കുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു ഷേപ്പിനനുസരിച്ചായിരിക്കും ഞാനിവിടെ ഷെയ്ഡിങ് ചെയ്ത് പോകുന്നത്. ഇവിടെ ഞാൻ ഒരുപാട് പ്രഷർ കൊടുക്കാതെ വളരെ ലൈറ്റായിട്ടാണ് ഞാനിവിടെ ഷെയ്ഡ് ചെയ്യുന്നത്. ഇതുപോലെ വളരെ ലൈറ്റായിട്ട് വേണം നിങ്ങളും ഷെയ്ഡിങ് ചെയ്യാനായിട്ട്. നമ്മൾ കളർ പെൻസിൽ ഉപയോഗിക്കുന്ന സമയത്ത് മാക്സിമം എത്രത്തോളം ലൈറ്റായിട്ട് ഷെയ്ഡിങ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ലൈറ്റായിട്ട് വേണം ഷെയ്ഡിങ് ചെയ്യാൻ. നമ്മൾ ഒരുപാട് ഡാർക്കായിട്ട് ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്കിതിന് പുറത്ത് അടുത്ത കളേഴ്സ് ലെയർ ചെയ്യാൻ പാടായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ വളരെ ലൈറ്റായിട്ട് ഇത് ഷെയ്ഡ് ചെയ്തെടുക്കുന്നത്. ഞാനിവിടെ ഓറഞ്ച് കളറും അപ്ലൈ ചെയ്തിരിക്കുകയാണ്. ഇനി ഞാൻ ഒരിക്കൽ കൂടി തേർഡ് ലെയറായിട്ട് ഇതിന് പുറത്ത് യെല്ലോ കളർ വീണ്ടും അപ്ലൈ ചെയ്യുകയാണ്. അപ്ലൈ ചെയ്യുന്ന സമയത്ത് അല്പം കൂടി പ്രഷർ കൂട്ടിയാണ് ഞാൻ കളറിങ് ചെയ്യുന്നത്. ഇതുപോലെ കുറച്ചും കൂടി പ്രഷർ കൂട്ടിയാണ്, എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രഷർ കൂട്ടുന്നില്ല. നമ്മൾ പേപ്പർ ഡാമേജ് ആവാത്ത രീതിയിൽ അല്പം പ്രഷർ കൂട്ടി നമ്മളിത് ഇതുപോലെ ഷെയ്ഡ് ചെയ്തെടുക്കും. നമ്മൾ ഫസ്റ്റ് ലെയർ ഷെയ്ഡ് ചെയ്ത സമയത്ത് അതിൻ്റെ ഷേപ്പോ കാര്യങ്ങളൊന്നും നോക്കാതെ ആ ഒരു ബോക്സ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഷെയ്ഡ് ചെയ്തത്. എന്നാൽ ചില സമയത്ത് നമ്മൾ മാക്സിമം അതിൻ്റെ ഷേപ്പ് നോക്കി ആ ഒരു ഷേപ്പിൻ്റെ ലെവലിൽ തന്നെ ഷെയ്ഡ് ചെയ്യാൻ പഠിക്കുക. എങ്കിൽ മാത്രമേ നല്ല രീതിയിൽ ആ ഒരു പിക്ചർ നല്ല രീതിയിൽ പ്രൊജക്റ്റ് ചെയ്ത് കാണത്തുള്ളൂ. ഒരു പ്രൊജക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഒരു റിയലിസ്റ്റിക് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഷേപ്പിനനുസരിച്ച് ഷെയ്ഡ് ചെയ്തെടുക്കുന്നത്. ഞാനിവിടെ ഫോർത്ത് ലെയറായിട്ട് റെഡ് കളറ് അത് അല്പം ലൈറ്റായിട്ട് ഷെയ്ഡ് ചെയ്തെടുക്കുകയാണ്.
ഈ റെഡ് കളർ ഞാനിവിടെ മുഴുവനായും യൂസ് ചെയ്യുന്നില്ല. കുറച്ച് ഡാർക്ക് ഏരിയാസിലും വേണ്ടി മാത്രമാണ് ഞാൻ ഈ റെഡ് കളർ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ റെഡ് കളറും കൂടി അപ്ലൈ ചെയ്തിരിക്കുകയാണ്. ഇനി കുറച്ചും കൂടി ഒന്ന് നീറ്റാക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഞാനൊന്ന് ഓറഞ്ച് കളർ യൂസ് ചെയ്യാണ്. ഇവിടെയും അല്പം പ്രഷർ കൂട്ടി തന്നെയാണ് ഞാനിവിടെ ചെയ്യുന്നത്. കളർ പെൻസിൽ വെച്ച് ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു കാര്യമാണ് ക്ഷമ എന്ന് പറയുന്ന സംഗതി. അപ്പോൾ നല്ല രീതിയിൽ ക്ഷമയോടെ ഇരുന്ന് പതിയെ പതിയെ ഇതുപോലെ ലെയർ ബൈ ലെയർ ആയിട്ട് ഓരോ കളേഴ്സും നല്ല സാവധാനം വരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന വർക്ക് നല്ല റിയലിസ്റ്റിക് എഫക്റ്റോടെ തന്നെ നമുക്ക് വരച്ചെടുക്കാൻ പറ്റും. നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും നല്ലൊരു റിസൾട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിന് ആദ്യം വേണ്ടത് നല്ല ക്ഷമയാണ്. അപ്പോൾ ക്ഷമയോടിരുന്ന് വീഡിയോ കാണുക, അതുപോലെ തന്നെ ക്ഷമയോടിരുന്ന് വരയ്ക്കുക. എൻ്റെ കണ്ണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഓറഞ്ച് കളർ വെച്ച് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിരിക്കുക. ഇവിടെ ഇടയ്ക്ക് ഞാൻ പ്രഷർ വളരെ ലൈറ്റായിട്ട് കൊടുത്തും വരയ്ക്കുന്നുണ്ട്. അത് നമ്മളുടെ റെഫറൻസ് പിക്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഈ ഒരു പ്രഷർ കൂട്ടിയും കുറച്ചൊക്കെ വരയ്ക്കുന്ന രീതി. അത് നിങ്ങൾ വരയ്ക്കുന്ന റെഫറൻസ് പിക്ചർ നോക്കുക. അവിടെ ഡാർക്ക് ഏരിയ ഉള്ളിടത്ത് അല്പം പ്രഷർ കൂട്ടി വരയ്ക്കുക, അതല്ല ലൈറ്റ് ഏരിയ ഉള്ളിടത്ത് പ്രഷർ കുറച്ച് വരയ്ക്കുക. അത് ഒരു 3-4 വട്ടം വരച്ച് 3-4 പിക്ചേഴ്സുകൾ വരച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ആ ഒരു മെത്തേഡ് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു മെത്തേഡിലാണ് ഞാൻ ഈ ഒരു ഫിഷിൻ്റെ ഫുൾ ബോഡിയും ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് ലെങ്തി ആയിരിക്കും വീഡിയോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ പാർട്ട് ബൈ പാർട്ടായിട്ട് നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിനെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പം ഫൈനൽ ലെയറായിട്ട് ഞാനിവിടെ യെല്ലോ കളറാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഗ്രാഫൈറ്റ് പെൻസിൽ വെച്ച് ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് ബ്ലെൻഡ് ചെയ്യാൻ നമുക്ക് ബ്ലെൻഡിങ് സ്റ്റമ്പും കോട്ടനും ടിഷ്യൂ പേപ്പറും ഒക്കെ യൂസ് ചെയ്യാം. പക്ഷേ കളർ പെൻസിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ കളർ പെൻസിൽ വെച്ചാണ് ബ്ലെൻഡ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ലൈറ്റ് യെല്ലോ കളറാണ്. അപ്പോൾ ഈ ലൈറ്റ് യെല്ലോ കളർ വെച്ച് തന്നെയാണ് ഇതിനെ ഞാൻ ബ്ലെൻഡ് ചെയ്യുന്നത്. വേറൊന്നുമില്ല, നമ്മൾ വരച്ചിരിക്കുന്നതിൻ്റെ മുകളിൽ കൂടി ഈ യെല്ലോ കളറ് ഇതുപോലെ വരച്ചൊന്ന് ഫില്ല് ചെയ്തെടുക്കുക, അത്രേ ഉള്ളൂ. ഇങ്ങനെയാണ് നമുക്ക് കളർ പെൻസിലിനകത്ത് ബ്ലെൻഡിങ് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് നമ്മൾ ഇത്രയും ഭാഗം നമ്മൾ ബ്ലെൻഡ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ ഭാഗത്തിൻ്റെ താഴ്ഭാഗത്തായിട്ട് കുറച്ച് ഷാഡോസ് കൊടുക്കണം. ഷാഡോസിന് കൊടുക്കാനായിട്ട് നമുക്ക് ബ്ലാക്ക് കളറാണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ ബ്ലാക്ക് കളർ ഇല്ലാത്തത് കൊണ്ട് ഞാനിവിടെ ബ്രൗൺ കളറാണ് യൂസ് ചെയ്യുന്നത് ഷാഡോ വരയ്ക്കാനായിട്ട്. ഇവിടെ ഞാൻ ഷാഡോ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത് ആദ്യം അതിൻ്റെ എഡ്ജിൽ നിന്ന് ഈ ഒരു ഭാഗത്ത് നിന്ന് ഇത്തിരി പ്രഷർ കൂട്ടി മുകളിലേക്ക് പോകുമ്പോൾ പ്രഷർ കുറച്ചാണ് ഞാനിവിടെ വരച്ചെടുക്കുന്നത്. കളർ പെൻസിൽ വെച്ച് നിങ്ങൾ ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ കൊടുക്കുന്ന പ്രഷറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇതിൽ കളേഴ്സ് ആഡ് ആവുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക.
തുടക്കത്തിൽ തന്നെ നിങ്ങൾ വലിയ വലിയ പടങ്ങളൊക്കെ എടുത്ത് വരയ്ക്കാൻ നിൽക്കാതെ ഇതുപോലുള്ള ചെറിയ ചെറിയ ഡ്രോയിങ്ങുകൾ വരച്ച് പ്രാക്ടീസ് ചെയ്യുക. ഇതിന് നിങ്ങളുടെ കൈ നല്ല രീതിയിൽ ഫ്ലെക്സിബിൾ ആകുമ്പോൾ നിങ്ങൾക്ക് വലിയ വലിയ ഡ്രോയിങ്ങുകൾ ചെയ്യാൻ പറ്റും, നല്ല കോൺഫിഡൻസ് കിട്ടും. തുടക്കത്തിൽ നമ്മൾ വലിയ പടങ്ങൾ എടുത്ത് വരച്ചു കഴിഞ്ഞാൽ അത് അത്ര ശരിയാവത്തുമില്ല, നമ്മുടെ കോൺഫിഡൻസ് നഷ്ടപ്പെടും. അത്യാവശ്യം നമ്മളവിടെ ഒരു ഡാർക്ക് കളർ കൊടുത്തിരിക്കുകയാണ്, എങ്കിലും ഇവിടെ ചെറിയൊരു ബ്ലാക്കിൻ്റെ ആവശ്യമുണ്ട്. നോക്കട്ടെ. അങ്ങനെ എൻ്റെ ഒരുപാട് നേരത്തെ ശ്രമങ്ങൾക്കിടയിൽ ഞാനൊരു ബ്ലാക്ക് പെൻസിൽ ഒപ്പിച്ചിരിക്കുകയാണ്. വല്ലവന് പുല്ലുവായതെന്ന് പറയുന്നത് പോലെ ഇതാണ് ബ്ലാക്ക് പെൻസിൽ. അല്ലേ, അപ്പോൾ ഇത് വെച്ചും കൂടി നമുക്ക് ചെറുതായിട്ടൊന്ന് അതിൻ്റെ ഷാഡോ ഒന്ന് നല്ല രീതിയിലൊന്ന് കവർ ചെയ്തെടുക്കാം. നമുക്കെൻ്റെ കണ്ണും കൂടി ഒന്ന് വരച്ചെടുക്കാം. കണ്ണും വരച്ചിരിക്കുകയാണ്. ഇനി അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ചെറുതായിട്ടൊന്ന് യെല്ലോ കളർ ആദ്യം ഒന്ന് യെല്ലോ കളർ അപ്ലൈ ചെയ്തു. അതിന് ശേഷം അതിന് മുകളിലായിട്ട് ഓറഞ്ച് കളറും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓറഞ്ച് കളർ അപ്ലൈ ചെയ്തു. ഇനി അതിന് മുകളിലായിട്ട് ചെറുതായിട്ടൊന്ന് റെഡ് കളറും കൂടി ആഡ് ചെയ്യാം. ഇനി നമ്മൾ ഏകദേശം അതിൻ്റെ കണ്ണും സെറ്റാക്കിയിരിക്കുകയാണ്. ഇനി അതിൻ്റെ ഭാഗം വരയ്ക്കണം. ഭാഗം വരയ്ക്കാനും നമ്മൾ ആദ്യം യെല്ലോ കളർ തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. അതിനുശേഷം അതിന് മുകളിലായിട്ട് ഓറഞ്ച് കളർ. നമ്മളിവിടെ ഡയറക്റ്റ് ഒറ്റ കളർ യൂസ് ചെയ്യല്ല, പകരം ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സുകൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡ്രോയിങ് ചെയ്യുന്നത്. നമ്മൾ ഗ്രാഫൈറ്റ് പെൻസിൽ 4B 3B 5B 8B അങ്ങനെയുള്ള പെൻസിലുകൾ യൂസ് ചെയ്തില്ലേ, അതിന് പകരമായിട്ടാണ് നമ്മൾ കളർ പെൻസിലിൽ ഡിഫറെൻറ്റ് കളേഴ്സ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ കളേഴ്സ് യൂസ് ചെയ്യുന്നത് നമ്മൾ എടുത്തിരിക്കുന്ന റെഫറൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഇതിനകത്ത് ഓരോ കളേഴ്സും ആഡ് ചെയ്യുന്നത്. നമ്മളുടെ റെഫറൻസ് പിക്ചറിൽ എങ്ങനെയാണോ ആ പിക്ചർ ഉള്ളത് അല്ലെങ്കിൽ അതിൻ്റെ കളേഴ്സ് ഉള്ളത്, അതിന് ഡിപ്പെൻഡ് ആയിട്ടായിരിക്കും നമ്മളിവിടെ ഓരോ കളേഴ്സും ആഡ് ചെയ്യുന്നത്. നമ്മൾ അതിൻ്റെ ഭാഗവും വരച്ചിരിക്കുകയാണ്. ചെറുതായിട്ടൊന്ന് ഡാർക്കിങ് ചെയ്ത് കൊടുക്കാം. ടോപ്പിൽ ചെറുതായിട്ട് ഇത്രയും കൂടെ ഒന്ന് ഓറഞ്ച് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കളർ പെൻസിൽ വെച്ച് ഡ്രോയിങ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ് ചെയ്തിട്ടിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ വീഡിയോ അഭിപ്രായങ്ങളോ ഒക്കെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. ഡ്രോയിങ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള നിങ്ങളുടെ കൂട്ടുകാർ കൂടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.
അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കളർ പെൻസിൽ ഉപയോഗിച്ച് ഡ്രോയിങ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കമൻസും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ്. പിന്നെ നിങ്ങളുടെ ചങ്കിനും കൂടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ് ചെയ്ത് വെച്ചിരിക്കുക. കാരണം ഇതിൻ്റെ അടുത്ത പാർട്ടിനകത്ത് ബാക്കിയുള്ള കാര്യങ്ങളും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ ബൈ.